ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം തരണം ചെയ്ത് പിടിച്ചു നിൽക്കുന്നില്ലേ? അത് സത്യമ്മ ചെയ്തിട്ടുള്ള പുണ്യം കൊണ്ടാ. മുൻപ് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തിയുടെ ഗുണം അതുകൊണ്ട് മാത്രമാ സത്യമ്മ പിടിച്ചു നിൽക്കുന്നത്. ഇനി ആ കുടുംബത്തിന്റെ ശാപം കൂടി ഈ കുടുംബത്തിലോട്ട് വന്നു കയറിയ പിന്നെ എല്ലാം തികഞ്ഞു. പിന്നെ എല്ലാവരും കൂടി കൂട്ടത്തോടെ അങ്ങ് ആത്മഹത്യ ചെയ്താൽ മതി. രാഘവേട്ട, നിങ്ങളെ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ മഹാപാപങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാ. ഇല്ലെങ്കിലേ ഇത്രയും കഷ്ടതകൾ അനുഭവിക്കുവോ? ഇതെങ്ങനെയാ മനുഷ്യൻ നിങ്ങളെ കിട്ടിയത്? നിങ്ങൾ എന്തിനാ ഇത് ഒളിപ്പിച്ചു വെച്ചെന്ന്? നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു ഉത്തരം ഉണ്ടാവില്ല. അതെനിക്ക് നല്ല പോലെ അറിയാം. നിങ്ങൾക്ക് മറവിയാണല്ലോ. മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ നിങ്ങളോട്. ഈശ്വര, എന്റെ വിഷ്ണു, അവൻ ഞാൻ എന്തോ ചെയ്യാ എന്റെ ഈശ്വര. എന്തോ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നേ? ഞാൻ കുറ്റമേറ്റെടുത്ത് അകത്ത് പോയി കിടന്നാ മതിയോ? എന്റെ മോനെ പുറത്തിറക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാനും തയ്യാറായിട്ടാ ഞാനിവിടെ ഇരിക്കുന്നത്. എന്റെ മക്കൾ പറ, അച്ഛൻ എന്ത് ചെയ്യണ്ടേ? മക്കൾ പറയുന്ന പോലെ അച്ഛൻ ചെയ്യാം. വിഷ്ണുവേട്ടന് പകരം അച്ഛൻ പോയി ലോക്കപ്പിൽ കിടന്ന സത്യമ്മയുടെ സങ്കടം മാറുമോ? ഒരാൾക്ക് പകരം മറ്റൊരാളായതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി ഈ കേസ് എങ്ങനെ ഒഴിവാക്കി വിടും? അതാ നമ്മളിപ്പോ ചിന്തിക്കേണ്ടേ. സ്വർണം ഇതിപ്പോ എങ്ങനെ ഏൽപ്പിച്ചാലും അതെടുത്തത് വിഷ്ണുവേട്ടനാണെന്ന് തന്നെ പറയൂ. ഞാൻ കാരണം എല്ലാം ഉണ്ടായത്. എന്റെ ഈ നശിച്ച മറവിയാ എല്ലാത്തിനും കാരണം. എന്റെ കുഞ്ഞിനെ വരെ ഞാൻ കള്ളനാക്കി. അയ്യോ, ഞാനെന്തിനാ ഇങ്ങനെ ഒരു അതിപ്പറ്റായിട്ട് ജീവിക്കുന്നത്? ഞാൻ ജീവിക്കുന്നത് നല്ലതേ, മരിക്കുന്നതാ. മക്കളെ, എനിക്ക് ജീവിക്കണ്ട. എല്ലാവരും സങ്കടപ്പെടുത്തിട്ട് ഞാൻ എന്തിനാ ജീവിക്കുന്നു? അച്ഛൻ ഒന്ന് സമാധാനത്തോടെ ഇരിക്കെ. അച്ഛന് കുടിക്കാൻ വെള്ളം മറ്റോ വേണോ? ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കെന്റെ വിഷ്ണുവിന്റെ കാര്യം ഓർത്തിട്ടേ സഹിക്കാൻ പറ്റുന്നില്ല മോളെ. അവനെ നമുക്ക് ശശി നടക്കണ്ടേ? അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ഇനി ഇങ്ങനൊന്നും കാണിക്കുകയും ചെയ്യരുത്, കേട്ടല്ലോ? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെറ്റുകാരൻ ഞാനാണെന്ന് അറിഞ്ഞപ്പം മുതൽ ചങ്ക് കത്തി ഞാനിവിടെ നിൽക്കുന്ന മോളെ. മോള് എത്രയോട്ട് നടക്കണേ? ഇല്ലെങ്കിൽ ഈ അച്ഛന് ഹൃദയം നിൽക്കുന്ന നെപ്പി നില്ലുവോ മക്കളെ? അതിന് മാത്രം സങ്കടേ ഞാൻ കടിച്ചമർത്തുന്നുണ്ട്. അച്ഛാ, സത്യമ്മയുടെ വിഷമം കൊണ്ടാ സത്യമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേ അച്ഛനിത് അറിയാതെ ചെയ്തു പോയതല്ലേ? അച്ഛന്റെ ഓർമ്മക്കുറവുകൊണ്ട് സംഭവിച്ചതല്ലേ? ഇതിപ്പം അസുഖം ആരുടെയും കുറ്റമൊന്നും അല്ലല്ലോ. എന്തായാലും പക്ഷെ ആ കല്യാണം നടക്കാൻ പോകുന്ന പെൺകുട്ടിയുടെയും അവളുടെ അച്ഛന്റെ മുന്നില് സത്യാമ്മയ്ക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ? അത് മാത്രമല്ല, ആ ACP ചന്ദ്രബോസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാനാവാതെ തകർന്ന മനസ്സുമായി വാ മൂടിക്കെട്ടിയ അവസ്ഥയിൽ നിന്നു കൊടുക്കേണ്ടി വന്നില്ലേ? അതെല്ലാം അച്ഛനീന്ന് സംഭവിച്ച ഈ മറവി കൊണ്ട് മാത്രമാ. ആ ഒരു സങ്കടം കൊണ്ട് സത്യമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയല്ലേ അച്ഛാ? അതിന്റെ കൂടെ ഇങ്ങനെയുള്ള കേസും കൂടി ആവുമ്പോ ഇതിപ്പോ ആരാണെങ്കിലും തകർന്നു പോവും. എല്ലാം തരണം ചെയ്ത് പിടിച്ചു നിൽക്കുന്നില്ലേ? അത് സത്യമ്മ ചെയ്തിട്ടുള്ള പുണ്യം കൊണ്ടാ.
മുൻപ് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തിയുടെ ഗുണം. അതുകൊണ്ട് മാത്രം സത്യമ്മ പിടിച്ചു നിൽക്കുന്ന. ഇതിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടോളാം. അല്ല, നിങ്ങൾ എല്ലാരും കൂടി എങ്ങോട്ടാ പോകാൻ പോകുന്നത്? മണ്ഡപത്തിലേക്ക്. കല്യാണം അവിടെയല്ലേ? അതിനി ലക്ഷ്മണൻ പിള്ള എവിടെ? ഈ പരിസരത്തൊന്നും അയാളെ കാണാനില്ലല്ലോ. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. ചേട്ടൻ എന്തിയേ? മോളെ, നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എങ്ങോട്ടെങ്കിലും പോണെന്നോ മറ്റോ? ഇപ്പൊ വരാൻ മോളേന്നും പറഞ്ഞോണ്ട് പോയതാ. സ്വർണ്ണം ഇടാതെ ഇറങ്ങുന്നതില് അച്ഛന് വല്ലാത്ത വേദനയുണ്ട്. എന്തിയാനാ മോളെ നമ്മുടെ ഒരു വിധി. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഭാനു, ലക്ഷ്മണൻ എന്തിയേ? വിവാഹ മണ്ഡപത്തിലേക്ക് മോളെ ആനയിച്ച് ഇറക്കേണ്ടതിന് പകരം അയാളിത് എവിടെ പോയി കിടക്കുക? അമ്മാവന് കാര്യങ്ങളൊന്നും അറിയാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. അവിടെ പന്തില് ചെല്ലുമ്പോ ചെക്കന്റെ അമ്മയെ ഏത് രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അവരാണെങ്കിലും ഒരു വല്ലാത്ത ആർത്തിക്കാരിയുമാണ്. കല്യാണത്തിന്റെ അന്ന് തന്നെ നിങ്ങളിതൊക്കെ പറയണം. ഇതൊക്കെ നേരത്തെ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ? ദേ അച്ഛൻ വരുന്നുണ്ട്. അതെ, ഇത് കുറച്ച് റോൾഡ് ഗോൾഡാ. കല്യാണം മുടങ്ങാതിരിക്കാൻ അച്ഛൻ നോക്കിയിട്ട് ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. മോള് ഇതിട്ടോണ്ട് വേണം മണ്ഡപത്തിൽ കയറാൻ. കാണാതായ സ്വർണം കിട്ടുമ്പോ അത് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതാ എടുത്തിട്ട്. അച്ഛാ, ഇത് വേണോ അച്ഛാ? എങ്ങാനും അവര് മനസ്സിലാക്കിയ മുക്കൊണ്ടം കൊടുത്ത് പറ്റിച്ച് കല്യാണം നടത്തിയെന്ന മാനക്കേടും കൂടി നമുക്ക് വാങ്ങി വെക്കണോ? ഇതും കൂടി നിന്റെ കഴുത്തിലില്ലെങ്കിൽ ചെറുക്കന്റെ അമ്മ സമ്മതിക്കില്ല മോളെ. അത് വലിയൊരു തർക്കമാകും. കെട്ട് കഴിയുമ്പോ ഞാൻ തന്നെ അവരുടെ കാല് പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം. അതെ, അച്ഛനും മോളും കൂടെ ഇങ്ങനെ തർക്കിച്ചു നിന്നാ മതിയോ? കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? നമുക്ക് മണ്ഡപത്തിലേക്ക് പോകണ്ടേ? എന്താ മോളെ വേണ്ടത്? തൽക്കാലം ഇത് ഇട്ടോണ്ട് ചടങ്ങ് നടക്കട്ടെ. നമുക്ക് വേണ്ടി എല്ലാവരും മണ്ഡപത്തിൽ വെയിറ്റ് ചെയ്യാണ്. മോളെ, അച്ഛൻ പറയുന്ന കേൾക്ക്. നമ്മളിത് ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. സാഹചര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ. ഇതാരോട് പറഞ്ഞാലും ഇതിനൊരു ന്യായമുണ്ട്. ദാ, നീ ഇതെടുത്ത് കയ്യിലും കഴുത്തിലും ഒക്കെ ഇട്. ബാക്കിയൊക്കെ നമുക്ക് പറഞ്ഞൊപ്പിക്കാം. വേണ്ടമ്മേ, ഞാൻ റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് കയറില്ല. കയറാൻ പാടില്ല. അവര് ചിലപ്പോ എന്റെ ശരീരത്ത് സ്വർണം കാണാത്തത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വരും. പക്ഷെ വിനീത് പറയില്ല. കാരണം എനിക്ക് വിനീതിൽ നല്ല വിശ്വാസമുണ്ട്.